2016 ഞാൻ തൃശ്ശൂർ റൂറൽ ക്രൈംബ്രാഞ്ചിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തന്നെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഒരു നിയമ വിദ്യാർത്ഥി ജിഷ കൊല്ലപ്പെടുന്ന വളരെ പ്രമാദമായ ഒരു കേസുണ്ടാകുന്നത്. ആ കേസിൻ്റെ അന്വേഷണ സംഘം രണ്ടാമത്തെ അന്വേഷണ സംഘം പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിയോഗിച്ചിട്ടുള്ള സന്ധ്യ മേഡത്തിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം അന്വേഷണ സംഘം വന്നതിന് ശേഷം 60 ദിവസത്തിന് ശേഷമാണ് തോന്നുന്നു എന്നെ അതേമാതിരിക്ക് സന്ധ്യ മേഡത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞാനും എൻ്റെ സന്ധ്യ മേഡത്തിൻ്റെയും അതേപോലെ തന്നെ അന്നത്തെ SP ഉണ്ണിരാജ സാർ IPS, DYSP പെരുമ്പാവൂർ DYSP സുദർശ സാർ, നേരത്തെ ഞാൻ പല കേസുകളിലും പ്രതി വായിച്ചിട്ടുള്ള ഈ 2 ഓഫീസർമാർ, ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള 2 ഓഫീസർമാർ, അതേമാതിരി സന്ധ്യ മേഡത്തിൻ്റെ കൂടെ ഞാൻ ഈ പല കേസുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാനും എൻ്റെ കൂടെയുള്ള ഹബീബ്, കൊടുങ്ങല്ലൂരുകാരനായ സുനിൽ, ഞങ്ങൾ 3 പോലീസുകാർക്കും ഒരു വയർലെസ് മെസ്സേജ് കിട്ടുകയാണ് SP അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ പെരുമ്പാവൂരിലെ പ്രമാദമായ കേസിൻ്റെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വയർലെസ് മെസ്സേജ് കിട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു 2 മണിയോട് ഉച്ചയൊക്കെ 2 മണിയോട് കൂടിയിട്ടാണ് ഈ മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടുന്നതും വിളിച്ചറിയിക്കുന്നതും. ഉടനെ തന്നെ ഞങ്ങൾ 3 പേരും വൈകുന്നേരം തന്നെ ഒരു 6 മണിയോട് കൂടി പെരുമ്പാവൂർ DYSP സുദർശ സാറിൻ്റെ മുൻപായി ഹാജരായി. കേസിൻ്റെ അന്വേഷണത്തിൽ ബന്ധപ്പെട്ട് അവിടെ ഹാജരായി ഉടനെ സുദർശ സാർ പറഞ്ഞൊരു കാര്യം, നിങ്ങളെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, SP റാങ്കിലുള്ളവരും DYSP റാങ്കിലുള്ളവരും CI റാങ്കിൽ SI റാങ്കിലുള്ള മറ്റ് സ്ക്വാഡിലെ അംഗങ്ങളായിട്ടുള്ള വിവിധ ജില്ലകളിലെ, എറണാകുളം ജില്ലയിലെ, റൂറലിലെ, സിറ്റിയിലേക്ക് വിവിധ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് ആ സ്ഥലത്ത് നിലവിലുണ്ടായിരുന്നെന്ന് സുദർശ സാറിനെ പോയി കണ്ട് സുദർശ സാർ ഞങ്ങളോട് പറഞ്ഞു, അഷ്റഫ്, നിങ്ങൾ ഈ കേസിൻ്റെ 0യിൽ നിന്നൊരു അന്വേഷണം തുടങ്ങണം. 0യിൽ നിന്ന് ഇതിൻ്റെ ഡിറ്റക്ഷൻ മാത്രം, മറ്റുള്ള വർക്കുകളും കാര്യങ്ങളൊന്നുമല്ല. കൃത്യം ചെയ്തത് ആര് എന്ന് കണ്ടെത്തുക, അത്രമാത്രം. കൃത്യം ചെയ്തത് ആര് എന്ന് കണ്ടെത്തുക, അതിനുള്ളൊരു അന്വേഷണം, അത്തരത്തിലുള്ളൊരു അന്വേഷണം നിങ്ങൾ ഇതിൻ്റെ 0യിൽ നിന്ന് തുടങ്ങണം. മറ്റുള്ള ആരുമായും കോൺടാക്റ്റ് ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമായി കോൺടാക്റ്റ് ചെയ്ത് ആ വിവരങ്ങൾ ശേഖരിച്ച് അത് പ്രതിഫലിക്കാതെ നിങ്ങളുടേതായ ലെവലിൽ 0യിൽ നിന്നൊരു അന്വേഷണം തുടങ്ങണമെന്നും പറഞ്ഞ് ഈ കേസിൻ്റെ ഒരു FIRഉം കൂടാതെ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ 3 പേർക്കും സഞ്ചരിക്കാൻ മാത്രമായി ഒരു കാറും താമസിക്കാനായി തൊട്ടടുത്ത് നല്ലൊരു ഹോട്ടലിൽ നല്ലൊരു റൂമും അറേഞ്ച് ചെയ്ത് തന്നു. നിങ്ങൾ ഈ കേസിൻ്റെ 0യിൽ നിന്ന് സ്വതന്ത്രമായി മറ്റൊരു അന്വേഷണമല്ല, ഈ അന്വേഷണ സംഘമല്ല, നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ഉള്ള അന്വേഷണം നടത്താൻ വേണ്ടി പറഞ്ഞു. അതുപ്രകാരം ഞങ്ങൾ 3 പേരും അന്വേഷണം തുടങ്ങി. കനാലിൻ്റെ തീരത്ത് ഒരു ടാർപ്പായ കൊണ്ട് മേഞ്ഞ ചെറിയൊരു കുടില, വളരെ പരിതാപകരമായ ഒരവസ്ഥയിലായിരുന്നു. വളരെ ചെറിയൊരു കുടിൽ, മലമൂത്ര വിസർജനത്തിന് പോലും ഒരു സ്ഥലമല്ല. ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ മലമൂത്ര വിസർജനം നടത്തി പിന്നീട് എവിടെയെങ്കിലും കൊണ്ടുപോയിടുന്ന ഒരവസ്ഥ. LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ ഒരു അമ്മയും മകളും താമസിക്കുന്നു. ചേച്ചി ഉണ്ടായിരുന്നു, അത് വേറെ, ഇടയ്ക്ക് അച്ഛൻ്റെ ഇവിടെ താമസിക്കും, ഇടയ്ക്ക് ഇവിടെ താമസിക്കും, അങ്ങനെയായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വൈകുന്നേരത്ത് ഈ വീട്ടിൽ നിന്ന് ഒരു ബഹളം കേട്ടു. അപ്പോൾ പരിസരത്തുള്ള പല ആളുകളും അങ്ങോട്ട് വന്നു. പക്ഷേ ആ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നില്ല. പിന്നെ സൗണ്ടൊന്നും കേട്ടില്ല. ആ വീട്ടിലേക്ക് വരുന്നതും അവിടേക്ക് പോകുന്നതും അവിടേക്ക് നോക്കുന്നതും ഈ കുട്ടിയുടെ അമ്മ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും, വഴക്കുണ്ടാക്കും, നാട്ടുകാർക്കെതിരെ പരാതി കൊടുക്കും. അതുകൊണ്ട് തന്നെ പലരും അങ്ങോട്ട് കയറി ചെന്നില്ല. പിന്നെ സൗണ്ടുകളൊന്നും കേട്ടില്ല. അതുകൊണ്ട് അവർ തിരിച്ചുപോയി. അങ്ങനെ അവർ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഒരു മഞ്ഞ ഷർട്ടിട്ടുള്ള ഒരാൾ മറ്റേ ഒരു കനാലിലേക്ക് ഇറങ്ങുന്നതായി അവിടുത്തെ പരിസരവാസിയായ ഒരു സ്ത്രീ കാണുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ അപ്പം തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. പിന്നീട് കുറേ കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് ഇരുട്ടായതിന് ശേഷമാണ് ഈ കുട്ടിയുടെ അമ്മ കുടിലേക്ക് വരുന്നത്. അമ്മ വന്നതിന് ശേഷമാണ് ഈ സംഭവം നേരിട്ട് കുട്ടി കിടക്കുന്നത് കാണുന്നതും ബഹളം വയ്ക്കുന്നതും പിന്നെ ആളുകളൊക്കെ കൂടുന്നതും പോലീസിനെ അറിയിക്കുന്നതും പോലീസ് ഉടനെ എത്തുന്നതൊക്കെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. മറ്റേ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെ വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള യാതൊരു തെളിവുകളും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ സുദർശ സാർ പറഞ്ഞു, അഷ്റഫ് ഒരു പണിക്ക് ഇതിൻ്റെ എക്സിറ്റ് തുടങ്ങിക്കോ, എക്സിറ്റ് അന്വേഷിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു കേസിന് എൻട്രി ഉണ്ടാവും, എക്സിറ്റ് ഉണ്ടാവും. അപ്പോൾ എക്സിറ്റിൽ അന്വേഷിക്കുന്ന സുദർശ സാർ പറഞ്ഞു, സാർ എക്സിറ്റ് അന്വേഷിക്കാൻ നമുക്ക് ആകെ ഉള്ളത് ആ കനാലിൽ ആ സമയത്ത്
ഒരു മഞ്ഞ പോലുള്ള ഒരു ഷർട്ട് ഇട്ടിട്ട് ഒരാൾ ഇറങ്ങിപ്പോകുന്നതായി കണ്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീ സാക്ഷിയുടെ ഒരു മൊഴി, അതാണ് എക്സിറ്റ്. അങ്ങനെ കണ്ട വഴിക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നൊരു മൊഴി, പിന്നെ ഒരു ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പ്, ഇത് മാത്രമുള്ള എക്സിറ്റ്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഒരു അന്വേഷണം, അല്ലാണ്ട് എൻട്രി എങ്ങനെ വന്നു, ആര് വന്നു, എവിടെ നിന്ന് വന്നു എന്നുള്ള യാതൊരു തെളിവുകളുമില്ല. അത് വെച്ച് അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ കാലടി മുതൽ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാർ, ഞങ്ങൾ 3 പേരും മാത്രം, ഞങ്ങൾക്ക് മറ്റുള്ള യാതൊരു കണക്ഷൻസും ഇല്ല. ഇങ്ങനെ കാലടി മുതലുള്ള ഓരോ ചെരുപ്പ് കടയിലും കയറിയിട്ട് ഈ ചെരുപ്പിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ചോദിച്ചു. അപ്പോൾ മിക്കവാറും എല്ലാ കടകളിൽ നിന്നും പറഞ്ഞ ഒരു ഒറ്റ മൊഴിയുണ്ട്, സാർ ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിൽപ്പന നടത്തുന്നതാണ്, ഒരു മാസത്തിൽ ഒരു 15 പീസൊക്കെ ഞങ്ങൾക്ക് പോകാറുണ്ട്, ഇത് കൂടുതൽ ഇവിടുത്തെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള വാക്കുകളാണ് കൂടുതൽ കടകളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പെരുമ്പാവൂർ, കാലടി, അതേമാതിരിക്ക് അങ്കമാലി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എല്ലാ നാട്ടുകാർക്കും അറിയാം, അത് ഒരു അന്യസംസ്ഥാനക്കാർ തൊഴിലാളികൾ കൂടുതൽ വസിക്കുന്ന ഒരു ഏരിയയാണ്. ഞങ്ങൾക്ക് ആ ഭാഗത്ത് അത്ര പരിചയമില്ലെങ്കിലും പക്ഷേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഈ അന്വേഷണ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ഈ സംഭവ സ്ഥലത്തിനടുത്ത് ഒരു ദിവസം, ഈ സംഭവത്തിന് കുറച്ച് മുമ്പ്, ഒരു മൃഗത്തെ ഉപദ്രവിച്ചുമായി ബന്ധപ്പെട്ട്, ഒരു പശുവിനെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരൻ പറയുണ്ടായി. ആ സമയത്ത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് റോട്ടിൽ നിന്നിരുന്നതെന്നും എന്നുള്ള ചെറിയൊരു റൂമറുകൾ, അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ സംഭവ സ്ഥലത്ത് വെച്ചിട്ട്. ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾ DYSP അദ്ദേഹത്തോട് അപ്പോൾ ഷെയർ ചെയ്തു. സാർ, ഇങ്ങനെയാണ് ഞങ്ങൾ അന്വേഷണത്തിൽ എക്സിറ്റിൽ ഇങ്ങനെ ഈ ചെരുപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്യസംസ്ഥാനത്തിലേക്കുള്ള ഒരു നീക്കങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൂണാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ DYSP സാർ പറഞ്ഞു, സാറേ അഷ്റഫെ, നീ അത് അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ച് നമുക്ക് അന്വേഷണം നടത്താം എന്ന് പറഞ്ഞാൽ അത് പ്രകാരം ഞങ്ങൾ അന്യസംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കുറച്ച് ദിവസം അന്വേഷണം നടത്തി. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അവിടെ അന്യസംസ്ഥാനക്കാർ എവിടെ താമസിക്കുന്നത്, അവരുടെ ക്യാമ്പുകൾ എവിടെയാണ്, അങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല, ലൊക്കാലിറ്റിയെക്കുറിച്ച് കൂടുതൽ പരിചയമൊന്നുമില്ല. എന്നാലും 2-3 ദിവസത്തെ അന്വേഷണത്തിൽ കുറേ ആളുകളെ പരിചയപ്പെട്ടു, കുറേ ഹിന്ദിക്കാരെ പരിചയം. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഹിന്ദി സംസാരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകളെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു ക്യാമ്പിൽ ചെന്ന് അവിടെ സംസാരിച്ചതിന് ശേഷം അവിടെ നമ്മൾ ഒരു ഉജ്ജൽ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദിക്കാരനെ പരിചയപ്പെട്ടു, ഉജ്ജൽ എന്ന്. അപ്പോൾ അവൻ നല്ല കമ്പനിയായിരുന്നു, നല്ല സംസാരിക്കും, നന്നായി കമ്പനിയാണ്. അപ്പോൾ എന്തിനും കാര്യങ്ങൾ വിളിക്കാനും സംസാരിക്കാനും, എവിടെയാണ് ക്യാമ്പ്, എന്തൊക്കെയാണ് താമസിക്കുന്നത്, എവിടേക്കാണ് എങ്ങനെ ചോദിക്കാനും, അപ്പോൾ അതങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും ചെയ്യും. അപ്പോൾ DYSPയോട് ഈ വിവരം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ക്യാമ്പുകൾ ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, എന്നാൽ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് ആ ക്യാമ്പ് അന്വേഷിക്കേണ്ട കാര്യം ആദ്യം ഉണ്ടെന്ന്, പക്ഷേ ക്യാമ്പ് അറിയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ പോയിട്ട് കൂടുതൽ ക്യാമ്പുകൾ അന്വേഷിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ DYSP സാർ പറഞ്ഞു, അഷ്റഫ് ഒരു പണിയെ ഏതെങ്കിലും ഹിന്ദിക്കാരനെ വിളിച്ചോ, അവർക്ക് നമുക്ക് മാസം ദിവസത്തിൽ കൂലി എന്താണെങ്കിൽ കൊടുക്കാം, എന്നിട്ട് അവരുടെ സഹായത്തോടുകൂടി ക്യാമ്പുകളൊക്കെ അന്വേഷിക്കുക, ഓരോന്ന് കയറി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ ഉജ്ജലിനെ വിളിച്ചു. ഉജ്ജലുമായി വന്ന് നേരെ DYSP അടുത്ത് മുന്നിൽ വന്നു. അഷ്റഫ് സാറേ, ഇങ്ങനെ ഒരു ഉജ്ജൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് കമ്പനിയായി കിട്ടിയിട്ടുണ്ട്, അതിനായിട്ട് നല്ല ബന്ധമാണ്, അപ്പോൾ അവരായിട്ട് അപ്പോൾ ഉജ്ജലിന് എന്താ കൂലി കൊടുക്കാം, ഉജ്ജലിനെ വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉജ്ജൽ പറഞ്ഞു, എനിക്ക് കൂലിയൊന്നും വേണ്ട സാർ, ഞാൻ എല്ലാ സഹായം ചെയ്യാൻ ഞാൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നോമ്പ് കാലമാണ്, എനിക്ക് നോമ്പുണ്ട്, എൻ്റെ കൂടെയുള്ള ഹബീബിന് നോമ്പുണ്ട്, ഇതെല്ലാം കൊണ്ട് സുനിലും നോമ്പെടുത്തിരിക്കുക, ഞങ്ങൾക്ക് 3 പേർക്ക് നോമ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ദിവസം, അപ്പോൾ ഞങ്ങൾക്ക് കാലത്ത് ഇറങ്ങും, അതേമാതിരിക്ക് വൈകുന്നേരം നോമ്പ് കുറിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങും, അങ്ങനെ രാവും പകലും ഇല്ലാതെ ഇങ്ങനെ പണിയെടുക്കുകയാണ്. അന്ന് മൊത്തം വർക്ക് ചെയ്തതിൻ്റെ നമ്പറുകൾ എടുക്കും, അത് സോർട്ട് ചെയ്യും, അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് തൃശ്ശൂർ സൈബർ സെല്ല് മുഖാന്തരം ഞങ്ങൾ മേടിക്കാറുണ്ട്. അങ്ങനെ എടുത്തിട്ട് അതങ്ങനെ അനലൈസ് ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വൈകുന്നേരം ഞാനൊക്കെ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിക്കുക ഹോട്ടലിൽ. ആ സമയത്ത് ഉജ്ജൽ വിളിച്ചു, സാർ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പിൽ നിന്ന് ഒരാൾ ഇവിടെ നാട് വിട്ട് പോയിട്ടുണ്ട്, ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവനാണ്, ഒരു ആസാമിയാണെന്ന് പറഞ്ഞു. ഉജ്ജൽ എവിടെയുള്ളത് ചോദിച്ചു. ഉജ്ജൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്, ഇന്ന ഭാഗത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഉജ്ജൽ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം, ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്ന്. അങ്ങനെ ഭക്ഷണം കഴിച്ച് നേരെ ഉജ്ജലിൻ്റെ അടുത്തേക്ക് ഞാൻ പോയി. അപ്പോൾ ഉജ്ജൽ പറഞ്ഞു, ഇതായി ടെറസിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലുള്ള ക്യാമ്പിലാണ് അവിടെ താമസിച്ചിരുന്നത്, അവൻ്റെ അനിയനുണ്ട് അവിടെ, അവൻ്റെ കൂടെയാണ് അവിടെ താമസിച്ചിരുന്നത്, അവൻ ഇപ്പോൾ അവിടെ വരുന്നില്ല, അന്ന് പോയത് അത്രേ, പിന്നെ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉജ്ജൽ ഇവിടെ നിൽക്ക്, എൻ്റെ കൂടെയുള്ള 2 പോലീസുകാരെ അവിടെ നിർത്തി. അവർ 2 പേരെ അവിടെ നിർത്തിയതിന് ശേഷം ഞാൻ നേരെ മുകളിലേക്ക് കയറി. അപ്പോൾ ഈ തൊഴിലാളികളൊക്കെ പണി കഴിഞ്ഞ് വന്നിരിക്കണം. ഞങ്ങളൊരു 7-7:30 മണി 8 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തൊഴിലാളികളൊക്കെ പണി കഴിഞ്ഞ് ഓരോരുത്തർ വന്നിരിക്കുന്ന ഒരു ഡ്രസ്സ് മാറുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെന്നു, വേറെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ പോലീസുകാരും നമ്മുടെ ഉജ്ജ്വലും താഴ്ത്ത് നിൽക്കുന്നുണ്ട്.
ഈ ഹിന്ദിക്കാരെ തൊഴിൽ സംസ്ഥാനക്കാരൊക്കെ വിളിച്ചു വരുത്തി. അവരുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ ഇവിടെ ഒരാൾ താമസിച്ചിരുന്നു, അവൻ്റെ പേരിങ്ങനെ അമീർ എന്നാണ് പേര്. ഈ കൊലപാതകം നടന്ന ദിവസം ജോലിക്ക് പോകുമ്പോൾ ഈ അദ്ദേഹം റൂമിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ റൂമിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു, മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇത് പോലെയുള്ള ഈ പറഞ്ഞ ഞാനൊരു മറ്റേ ചെരുപ്പിൻ്റെ ഫോട്ടോ കൊടുത്തു. ഈ ചെരുപ്പ് ഉപയോഗിക്കുന്ന അവനാണ് സാർ, ഇങ്ങനത്തെ ചെരുപ്പാണ് അവൻ ഉപയോഗിച്ചിരുന്നത്. ഒരു മഞ്ഞ ഷർട്ടും അവനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു. അവനത് പോയതിന് ശേഷം പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഇവിടെ ഒരാൾക്ക് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ അവിടെ വിശേഷം വല്ലതും ഉണ്ടോ, എന്നെ അവിടെ ആരെങ്കിലും അന്വേഷിച്ച് വന്നോ, പോലീസ് അന്വേഷിച്ച് വന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. പിന്നെ അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവൻ്റെ ഫോണൊന്നും വർക്ക് ചെയ്യണില്ല, ഫോൺ നമ്പർ ഞങ്ങൾക്ക് അറിയില്ല. അവൻ്റെ ഭാര്യയുടെ ഒരു മകൻ ഇവിടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞു. ഭാര്യയുടെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു മകനാണ്. അങ്ങനെ ഒന്നും ആരോടൊന്നും കൂടുതലൊന്നും സംസാരിക്കാതെ അങ്ങനെ ഭാര്യയുടെ മകനെ വിളിച്ച് ഈ അമീറിൻ്റെ നമ്പറും അവൻ്റെ അമ്മയുടെ നമ്പറും ഞങ്ങൾ മേടിച്ചതിന് ശേഷം മറ്റ് ഇങ്ങനെ പോലീസ് വന്നതോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ആരും പരസ്പരം ഷെയർ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ വിവരങ്ങൾ ഉടനെ തന്നെ ഞാൻ DYSP അറിയിച്ചു. സാർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ അത് കൂടുതൽ സംശയമുണ്ട്, ഇതിൻ്റെ ചെരുപ്പ് അവൻ്റെയാണെന്ന് പറയുന്നുണ്ട്, അവനിങ്ങനെ മഞ്ഞ ഷർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അവൻ ഈ സംഭവത്തിന് ശേഷം ഇവിടുന്ന് പോയതാണെന്ന് പറയുന്നു. ഈ സംഭവം നടന്നതിൻ്റെ കുറേ ഒരു 600 മീറ്റർ 700 മീറ്റർ ഒക്കെ ഒരു കിലോമീറ്റർ കഷ്ടി മാറുന്നുണ്ട്. എന്നാൽ എയർ ഡിസ്റ്റൻസ് ഒരു 600 മീറ്റർ ഉള്ളൂ. അങ്ങനെയുള്ള ദൂരത്ത് താമസിക്കുന്നതാണ് സാർ. ഇവൻ്റെ നമ്മുടെ ഈ ഉജ്ജൽ എന്ന് പറയുന്നവൻ്റെ അനിയൻ അവിടെ താമസിച്ചിരുന്നു. ഉജ്ജലിൻ്റെ കൂടെ ഈ 2 ദിവസം ഈ ആൾ ജോലിക്ക് പോയിട്ടുണ്ട്, അവൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സാർ. സംശയിക്കാവുന്നതാണ് സംഭവം, എന്താണെന്ന് അറിയില്ല എന്നുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു. 2 നമ്പർ കിട്ടിയിട്ടുണ്ട്, ഞാൻ ആ നമ്പർ CDRന് കോൾ ഡീറ്റെയിൽസിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. DYSP ഉടനടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവൈഡറൊക്കെ വിളിച്ച് രാത്രി അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു, ഞങ്ങൾക്ക് അയച്ചു കിട്ടി. ഞങ്ങൾ റൂമിൽ പോയിരുന്നു, ഹോട്ടൽ റൂമിൽ പോയിരുന്നു, അനലൈസ് ചെയ്തു. ഞാനും ഹബീബ് മറ്റേ സുനിലും കമ്പ്യൂട്ടറിൽ അത് ഫുള്ളായി അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവ ദിവസം കൃത്യം നടന്ന ദിവസം, ഈ കൊലപാതകം നടന്ന ദിവസം ഈ വീടിൻ്റെ ലൊക്കേഷനിൽ ഈ പ്രതിയുടെ നമ്പർ കാണുന്നു. അതിനുശേഷം അവർ പെരുമ്പാവൂർ വരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് നേരെ വെസ്റ്റ് ബംഗാൾ അങ്ങനെ ആസാം ഭാഗങ്ങളിലേക്ക് പോകുന്നു. 2 മാസത്തിന് ശേഷം വീണ്ടും അത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പറഞ്ഞ സ്ഥലത്തെത്തി. പിന്നെ ആ മൊബൈൽ ഓഫാവുന്നു, ആ സിമ്മും ഓഫാവുകയാണ്. പിന്നെ അതിൽ കോളുകളില്ല. അങ്ങനെയാണ് അതിൻ്റെ ലൊക്കേഷൻ കാണുന്നത്. അപ്പോൾ ഈ സംഭവ സ്ഥലത്തുണ്ട്, അതിനുശേഷം അവിടുന്ന് പോകുന്നു. പിന്നെ അങ്ങനെ കാഞ്ചീപുരത്ത് ഓഫാവുന്നു. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. കാഞ്ചീപുരത്ത് നിന്ന് അവിടെ ഓഫായതിന് ശേഷം ഇവരുടെ ഭാര്യയുടെ കോൾ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേറെ ഒരു നമ്പറിൽ നിന്നുള്ള കോളാണ് നാട്ടിലുള്ള അവരുടെ ഭാര്യയ്ക്ക് സ്ഥിരമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴും അതും കാഞ്ചീപുരത്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ നമ്പറിൻ്റെ സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ B പാർട്ടി എല്ലാം പഴയ നമ്പറിൻ്റെ B പാർട്ടി തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ പുതിയ നമ്പറിൻ്റെ B പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കോൾ നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് B പാർട്ടി എന്ന് പറയുക. ആ B പാർട്ടി നമ്പറുകളെല്ലാം പഴയ നമ്പറിൻ്റെ B പാർട്ടി നമ്പറുകളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ നമ്പർ പ്രതിയുടെ ആണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടു. ഈ വിവരങ്ങളെല്ലാം അപ്പോൾ ഞങ്ങൾ ഈ സുദർശൻ സാറും ഉണ്ണിരായ സാറുമായിട്ട് അപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. കാരണം അവരും അന്ന് ലൈവായിട്ട് രാത്രി ഉറങ്ങാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ഞങ്ങളുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ആൻസറുകൾ നമ്മൾ അന്വേഷണ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാറേ ഇതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിനടുത്താണ് കാണുന്നത്, അവൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ഇതാണ്, ഇതിൻ്റെ ഈ പുതിയ നമ്പറിൻ്റെ ബി പാർട്ടി എന്ന് പറഞ്ഞ കോൺടാക്റ്റ് പാർട്ടികളെല്ലാം പഴയ നമ്പറിൻ്റെ കോൺടാക്റ്റ് പാർട്ടികൾ തന്നെയാണ്, അതിൽ കൂടുതലും ആസാമും കേരളമൊക്കെ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സാർ. എന്തായാലും അത് സംശയിക്കാവുന്ന നമ്പർ തന്നെയാണ്. ആ ആൾ, ഈ അമീർ എന്ന് പറഞ്ഞ ആൾ സംശയിക്കാവുന്ന ആൾ തന്നെയാണ്. ഇതിൽ ഈ അമീറിനെ നമ്മുടെ ഉജ്ജൽ എന്ന് പറഞ്ഞ നമ്മുടെ ഹിന്ദിക്കാരനെ അവനെ അറിയാൻ 2 ദിവസം അവൻ്റെ കൂടെ ജോലിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങൾ നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞപ്പോൾ അഷ്റഫ് ഒന്നും പറയണ്ട, നമുക്ക് മൂവ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പുലർച്ചെ ഒരു 4 മണിയോടുകൂടി 4 മണിക്ക് കഴിഞ്ഞിരിക്കാം, ആ സമയത്തോടു കൂടി ഞാനും ഞങ്ങളുടെ കൂടെയുള്ള 3 പോലീസുകാരും DYSP സോജൻ സാറിൻ്റെ മറ്റേ ഒഫീഷ്യൽ ഡ്രൈവറും പിന്നെ ഈ ഉജ്ജൽ എന്ന് പറഞ്ഞ ഹിന്ദിക്കാരനെയും കൂട്ടി ഞങ്ങൾ അന്ന് 4 മണിക്ക് തന്നെ യാത്ര പുറപ്പെട്ടു. ആ വിവരങ്ങളെല്ലാം അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോടും അതുപോലെ സന്ധ്യ മാഡത്തിനോടൊക്കെ അറിയിച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ അന്ന് തന്നെ പോകുന്ന സമയത്താണ് എനിക്ക് എന്താ പറയുക, എൻ്റെ മകൾ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നത്. അവിടെയാണെങ്കിൽ മറ്റാരുമില്ല. എന്നാലും ഞാൻ അവരൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അതിൻ്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഭാര്യനെയൊക്കെ എല്ലാം ഏർപ്പാടാക്കി ഞാൻ ആശുപത്രിയിലേ പോകാതെ മകളുടെ ഓപ്പറേഷന് കയറ്റിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രസവത്തിന് കയറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ നേരെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരെ തമിഴ്നാട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് ചെന്ന് റൂമെടുത്ത് കാഞ്ചീപുരത്ത് നിന്ന് ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഈ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ അവിടുന്ന് ഈ വണ്ടിയിൽ തന്നെ റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം പുറപ്പെട്ടു. അപ്പോൾ അവിടുന്ന് ഒരു 30 കിലോമീറ്ററോളം ഉദ്ദേശം യാത്ര ചെയ്തുണ്ടാവണം. ഇതിൻ്റെ പരിസര പ്രദേശം തന്നെയാണ്. അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടവർ ലൊക്കേഷനാണ്. ഒരു ടവറിൻ്റെ കീഴിലാണ് ഈ മൊബൈൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ടവറിൻ്റെ കീഴിൽ ഇപ്പോഴൊക്കെ നമുക്ക് പല നമ്പറുകളുടെയും പിൻ പോയിൻറ്റ് ലൊക്കേഷൻ കിട്ടും. പിൻ പോയിൻറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ എവിടെയാണോ നിൽക്കുന്നത് ആ പോയിൻറ്റിലേക്ക് നമ്മൾ എത്തും. മറ്റേത് ടവർ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ടവറിൽ മാത്രമേ നമുക്ക് വരുള്ളൂ. ആ ടവറിൻ്റെ കീഴിൽ ബിയിലോ സിയിലോ എയിലോ അങ്ങനെ പല ഡിവിഷനായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ടാവും. അതിൽ ഏതിലായാലും ആയിരിക്കും, അതും കാണിക്കും, A B C എന്നൊക്കെ കണ്ടിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, ഒരുപാട് വമ്പൻ ഫാക്ടറികളുണ്ട് അവിടെ. അത് ഈ കാറുമായി ബന്ധപ്പെട്ട വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ ബോഡി പാർട്സുകളൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണത്. ഒരുപാട് കമ്പനികളുണ്ട്. ഇതിൽ എവിടെയാണ് ഇവൻ ജോലി ചെയ്യുന്നത്, എവിടെയാണ് ഉള്ളത് ആളെന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അവൻ്റെ പുതിയ നമ്പറിൻ്റെ ബി പാർട്ടി ലൊക്കേഷൻ ഉണ്ടല്ലോ, ബി പാർട്ടി കോണ്ടാക്റ്റുകൾ, ആ കോണ്ടാക്റ്റുകളിലൊന്നും ഈ കാഞ്ചീപുരം ലൊക്കേഷനിലുള്ള ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് ആ കാഞ്ചീപുരം ലൊക്കേഷനിലുള്ള ആളെ പോയി പിടിച്ചിട്ട് ഇതാരാണെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ, ഇയാൾ എവിടെയാണെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ അവിടുത്തെ കോണ്ടാക്റ്റുകൾക്ക് മൊത്തം അതിൽ നിന്നുള്ള ബി പാർട്ടി കോണ്ടാക്റ്റുകൾ സിംഹഭാഗവും എന്ന് പറഞ്ഞാൽ 99% ഒക്കെ ഉള്ളത് ആസാം, ബംഗാൾ, കേരള. അപ്പോൾ നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും ആളെ പിടിച്ചാൽ ഇവിടെ ഈ പ്രതി എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ സംശയിക്കുന്ന ആളെ എസ്കേപ്പ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവനെ നേരിട്ട് കാണുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ കമ്പനികളും കയറി ഇറങ്ങി. ഈ നമ്മുടെ ഹിന്ദിക്കാരൻ്റെ മുഖം മറച്ച് കെട്ടി ഞങ്ങൾ ഓരോ കമ്പനികളും കയറി ഇറങ്ങി. 3-4 ദിവസം കഴിഞ്ഞ് യാതൊരു ഇതും കിട്ടുന്നില്ല. ലൊക്കേഷൻ അവിടെ ലൈവായിട്ടുണ്ട്, പക്ഷേ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ സസ്പെക്റ്റ് ചെയ്യുന്ന ആളിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ 4-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ ഇതേമാതിരിക്ക് ഒരു കമ്പനിയിൽ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ജോലിക്ക് കയറുന്ന സമയത്ത് അവിടെ നിന്നു, ഗേറ്റിൻ്റെ അവിടെ നിന്നു. ഈ ഹിന്ദിക്കാരനെ റോട്ടിൽ മറ്റേ മുഖത്ത് ഇതും കെട്ടി കമ്പനിക്കാരോടൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിയോടൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി ഞങ്ങളവിടെ നിന്നു. അങ്ങനെ നിന്ന സമയത്ത് ആ ഷിഫ്റ്റ് കയറുന്ന എല്ലാ ആളുകളും കയറിപ്പോയി. അതിലൊന്നും അങ്ങനെ ഒരാളെ കണ്ടില്ല. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് ഇറങ്ങുന്ന ആളുകൾ ഇറങ്ങിപ്പോയി, എല്ലാവരും ഇറങ്ങിപ്പോയി, ആരും കാണുന്നില്ല. അപ്പോൾ DYSP പറഞ്ഞു, സോജൻ സാറ് പറഞ്ഞു, അഷ്റഫേ ഒരു പണിയാം, നമുക്ക് നാളെ വരാം, ഇന്നിപ്പോൾ നിർത്താം, ഇതിപ്പോൾ ഇത്രയായില്ലേ എന്ന് പറഞ്ഞു. സാറേ ഒരു 10 മിനിറ്റ് കൂടി നിൽക്കാം, 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കാം ഇനി ആരെങ്കിലും വരാണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഒരു കറുപ്പ് ഷർട്ടിട്ടുള്ള ഒരുത്തൻ വേറെ 2 പേരും കൂടിയിട്ട് അങ്ങ് പാസ് ചെയ്ത് വിടുമ്പോൾ ഹിന്ദിക്കാരൻ പറഞ്ഞു, സാറേ ആ പോകുന്നതിൽ കറുപ്പ് ഷർട്ടാണെന്ന് പറഞ്ഞു. ഇതൊരു ചെറിയ ഇതിലാണ് ഞാൻ കേൾക്കുന്നുള്ളൂ. ഉടനെ തന്നെ ഹബീബ് പോയി. ഞാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി പോകുമ്പോൾ ഞാൻ മുന്നിലൊരു കറുപ്പ് ഷർട്ടിട്ട ആൾ പോകുന്നുണ്ടു. ഞാൻ അയാളുടെ അടുത്തേക്ക് ചെന്നത്. അയാളോട് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ പുറകിലുള്ള ആളോട് ഹബീബ് ചോദിച്ചു, നിൻ്റെ പേരെന്താന്ന്? അപ്പോൾ അവൻ അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അമീർ പിന്നീട് അവൻ പറഞ്ഞു ഞാൻ അമീറുൽ ഇസ്ലാം അല്ല എന്ന് പറയലും ഈ ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയുടെ 2 സൈഡ് പൊന്തക്കാടാണ്. ഒരു സൈഡിലേക്ക് എടുത്ത് അങ്ങ് ചാടാൻ വെച്ചു. ഈ ചാടുന്നോടുകൂടി ഇവൻ്റെ കാലിലേക്ക് പിടികിട്ടി. ആ കാലിൽ നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ബഹളം തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് എല്ലാവരും ഇന്നോവ ഓടിയിട്ട് വന്നു. ഇവനെ ഞങ്ങൾ ബലം പ്രയോഗിച്ച് നേരെ വണ്ടിക്കകത്ത് കയറ്റി. ഈ വണ്ടിക്കകത്ത് കയറ്റുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാനൊന്നല്ല ആ പെണ്ണിനെ കൊന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ മലയാളികളാണെന്നോ ഞങ്ങൾ ഹിന്ദിക്കാരാണെന്നോ ഞങ്ങൾ പോലീസുകാരാണെന്നോ ഞങ്ങൾ മറ്റാരെങ്കിലും ആണെന്നോ ഒന്നൊരു ഐഡിയ ഇല്ല അവന്. അങ്ങനെയുള്ള അവനാണ് ഞാനൊന്നല്ല ആ പെണ്ണിനെ കൊന്നതെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. വണ്ടിയിൽ കയറ്റി നേരെ അവിടെ നിന്ന് അടിച്ചു പോകുന്നപ്പോഴത്തേക്കും അവൻ്റെ ഹിന്ദിക്കാരായിട്ടുള്ള ആൾ നിറയും അവിടെ ഈ മറ്റേ നമ്മുടെ ഈ കാലടി പെരുമ്പാവൂർ പോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെയാണ് അവിടെ. അവരുടെ ആളുകളൊക്കെ ഒത്തുകൂടി ബഹളം വെച്ച് കൂക്കും വിളിയും കൂടിയപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് എസ്കേപ്പായി. നേരെ ഇന്നോവ അടിച്ചു വിട്ട് നമ്മുടെ ഡ്രൈവർ എക്സ്പെർട്ട് ഡ്രൈവറായിരുന്നു, പോലീസ് ഡ്രൈവറാണ്. നേരെ അവിടുന്ന് പോകുന്നു. നേരെ അടിച്ചു വിട്ട് കാഞ്ചീപുരത്തെത്തി. റൂമിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവരെയും കൊണ്ട് നേരെ പോയി. വഴി മധ്യേ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. കാര്യങ്ങളൊക്കെ എല്ലാം അവൻ വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ കൺഫസ് ചെയ്തു. എന്നാൽ പിന്നീട് അവനെ തൃശ്ശൂർ ഞങ്ങൾ നേരെ കൊണ്ടുവന്ന് അവിടെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തു. അപ്പോൾ പോലീസ് ഓഫീസർമാർ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും വന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായി പറഞ്ഞു. ഇന്ന പോലെയാണ് ചെയ്തതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ വീടിൻ്റെ അടുത്ത് ഒരു 600 മീറ്റർ എയർ ഡിസ്റ്റൻസിലാണ് ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നത്. സ്ഥിരമായിട്ട് ഈ പെണ്ണിനെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവൻ കാണും, അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണും. ഇവൻ നല്ല ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയായിട്ടുള്ള ആളാണ്, ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ്. മദ്യം കഴിക്കും, അങ്ങനെയുള്ള ഒരുത്തൻ. അങ്ങനെയാണ് ഈ പ്രായം ചെന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് കുട്ടികളുടെ വലിയ പയ്യനുള്ള പ്രതിയൊക്കെ കല്യാണം കഴിച്ച് ജീവിച്ചു വരും. അങ്ങനെ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് അവൻ. ഈ പ്രതിയെ ഇതുമാതിരിക്ക് ഈ കുട്ടിനെ കണ്ടു. ഒരു ദിവസം വൈകുന്നേരം ഇതേപോലെ അവിടെ ചെന്നു. ഇതിനെ കുട്ടിനെ പിടിച്ചു, അവൾ എതിർത്തു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവൻ മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു, കത്തിയെടുത്ത് കുത്തി. അങ്ങനെയൊക്കെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ആ കാര്യങ്ങളൊക്കെ അവൻ അതേപോലെ പറഞ്ഞു. മാത്രമല്ല നമുക്ക് ഇവൻ്റെ പിന്നീട് ബ്ലഡൊക്കെ എടുത്ത് ഇപ്പോൾ മറ്റേ പരിശോധനയ്ക്ക് അയച്ചപ്പോൾ മുമ്പ് ആ സ്ഥലത്തുനിന്ന് കിട്ടിയ സംഭവം നടന്ന് 2-3 മാസത്തിന് മുമ്പ് സംഭവ സ്ഥലത്തുനിന്ന് കിട്ടിയ ബ്ലഡിൻ്റെ സാമ്പിളുകളിൽ നിന്ന് കിട്ടിയ DNA ഇവൻ്റെ DNA ആണെന്ന് നമുക്ക് വളരെ ക്ലിയറായി പ്രൂവ് ചെയ്യാൻ പറ്റി. ഈ മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ട ആ സ്ത്രീ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ചെരുപ്പ് ഇവൻ്റെയാണെന്ന് പ്രൂവ് ചെയ്തു. മറ്റുള്ള സാക്ഷികളെല്ലാവരും പ്രൂവ് ചെയ്തു. അങ്ങനെ ഈ കേസ് ഒരു എന്താ പറയുക, ഒരു സെൻസേഷണൽ കേസ്, ഒരു നാടിനെ തന്നെ ഉലച്ച, ഒരു സംസ്ഥാനത്തെ തന്നെ ഉലച്ച, ഇന്ത്യ മൊട്ടും അറിയപ്പെടുന്ന ആ കേസിൻ്റെ ഡിറ്റക്ഷൻ അങ്ങനെയുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പറയാനുണ്ടായി, എത്രയും കാര്യമായിട്ട് പറയാൻ. ആ കേസിലിപ്പോൾ പ്രതിക്ക് ട്രയൽ കോടതിയും ഹൈക്കോടതിയും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുക, വധശിക്ഷ കൊടുത്തിരിക്കുക. ഞാനിത് ഇത്രയും പറയാനുണ്ടായ കാരണം ഞാൻ സർവീസിലായിരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഇപ്പോൾ റിട്ടയർഡ് ആയപ്പോഴും ഈ കേസിനെക്കുറിച്ച് ഭയങ്കര വിവാദങ്ങളാണ് എപ്പോഴും. പ്രതിയെക്കുറിച്ച് പ്രതിയല്ല, പ്രതി അങ്ങനെയാണ്, പ്രതി ഇങ്ങനെയാണെന്നുള്ള കുറേ യൂട്യൂബ് ചാനലുകളിലും മറ്റു ചാനലുകളിലും നിരന്തരമായിട്ട് കാണുന്നു. അതിന് അഭിപ്രായങ്ങൾ പറയുന്നു, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് പറയാൻ, ഇത് വേദികളില്ലാത്തതിൻ്റെ പേരിൽ പറയാനും പറ്റുന്നില്ല. ഇത് ഇങ്ങനെയാണ് പിടിച്ചതെന്നും ഇതിൻ്റെ സത്യാവസ്ഥ എന്നതാണെന്നും ഇത് യഥാർത്ഥ പ്രതി തന്നെയാണെന്നും പറയാൻ പോലീസിന് വേദികളില്ലല്ലോ. ഇന്നിപ്പോൾ ഞാൻ സർവീസിലില്ല, എന്നിരുന്നാലും ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. എങ്കിലും ഇതിന് സത്യാവസ്ഥ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് സംഭവം പിടിക്കപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് പ്രതി, അല്ലാണ്ട് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസല്ല അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് പ്രതിയല്ല എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. കാരണം ഈ പിടിച്ച ഞാനായതിൻ്റെ പേരിലാണ് എനിക്ക് ഇത് ജനങ്ങളോട് പറയണം എന്നുള്ളൊരു എപ്പോഴും മനസ്സിലുണ്ടാകുന്നൊരു കാര്യം. കാരണം ഇത് ഇങ്ങനെയാണ്, സത്യസന്ധമാണ്, ഇത് മറ്റുള്ള ജനങ്ങൾ പറയും പോലെയല്ല, ഇത് യഥാർത്ഥത്തിലുള്ള പ്രതിയാണ്, അവൻ കറക്റ്റായിട്ട് നമ്മളോട് കൺഫസ് ചെയ്താണ്. അതിനുള്ള സയൻറ്റിഫിക് എവിഡൻസുകൾ, DNA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ DNA മറ്റൊരാൾക്കുണ്ടാവില്ലല്ലോ. ഈ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നടന്ന അന്ന് തന്നെ അവിടെ നിന്ന് എടുത്ത സാമ്പിളുകളിൽ നിന്ന് ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ DNA. പിന്നീട് 60 ദിവസം 70 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിയെ ഞങ്ങൾ പിടിക്കുന്നത്. എവിടെ കിടക്കുന്ന പ്രതിയെ പിടിക്കുന്നത്, പിന്നീട് അവൻ്റെ സാമ്പിൾ എടുത്തിട്ടാണ് ഇത് രണ്ടും മാച്ച് ചെയ്ത് കൊണ്ടിരുന്നത് DNA. അതൊക്കെ വളരെ കറക്റ്റ്. അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് അതില്ലെങ്കിൽ അതിൻ്റെയൊക്കെ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വെറുതെ ഒരു കോടതി ഒരാൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കൂ. അപ്പോൾ ജനങ്ങളുടെ സംശയം, അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനൽമാർ ഇരുന്ന് പറഞ്ഞ് അതിൻ്റെ കമൻറ്റുകൾ എഴുതുന്ന ആളുകളുടെ സംശയത്തിനാണ് എൻ്റെ ഈ മറുപടി. കാരണം അത് വളരെ വ്യക്തമായ വളരെ സോളിഡ് എവിഡൻസിൻ്റെ ബേസ് ചെയ്തിട്ട് കോടതി കൊടുത്തിട്ടുള്ളതാണ്. അതിന് ട്രയൽ കോടതിയും ഹൈക്കോടതിയും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിട്ടുള്ള അവനെ തൂക്കി കൊല്ലാൻ വിധിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ കേസിന് ഇത്രയും കൂടി ഞാൻ ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ, കാരണം ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ട് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുടുംബവും എൻ്റെ മകളുടെ വിവാഹം എൻ്റെ മകളുടെ മറ്റേ പ്രസവത്തിന് പോലും എൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഞാൻ അതിന് പങ്കെടുക്കാതെ അവളെ ഒറ്റയ്ക്ക് ആശുപത്രിയിലിട്ട് ഒരു മാതാവിൻ്റെ മാത്രം സഹായത്തോടുകൂടി ആശുപത്രിയിലിട്ട് ഞാൻ ഈ കേസിൻ്റെ അന്വേഷണത്തിനായി പോയിട്ട് ഇത് പിടിക്കപ്പെട്ടിട്ട് പിന്നീട് നവമാധ്യമങ്ങളിലും മറ്റ് ചാനലുകളിലും ഇരുന്നിട്ട് യൂട്യൂബർമാരും മറ്റുള്ളവരും ഇതിനെ എങ്ങനെ വളരെ നിസ്സാരമായി ഫാബ്രിക്കേറ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ വിഷമം, നമുക്ക് വേദികളില്ലാത്ത വിഷമങ്ങളൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും വിശദമായി കാര്യങ്ങൾ പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ പറയുന്നത്. ഞങ്ങളൊന്നും കരുതിയില്ല. അവനെ പോയി അവൻ്റെ പുറത്ത് പൊട്ടി റഫീഖ് എന്ന് വിളിച്ചു. അപ്പോൾ പാതിര നേരത്തെ അവൻ ഇങ്ങനെ ഉറങ്ങാതെ വല്ലാത്തൊരവസ്ഥയിൽ കടപ്പുറത്തിരിക്കുകയല്ലേ. അവൻ ഞെട്ടി ഉണർന്നു. ഞങ്ങളാണ്, അഷ്റഫ് സാറും ഹബീബ് സാറുമാണ് വണ്ടി കയറുമെന്ന് പറഞ്ഞു. ഒരു കൊച്ചുകുട്ടിയെ പോലെ മറ്റൊന്നും പറയാതെ എതിർക്കാതെ മുമ്പുണ്ടായിരുന്ന അവൻ്റെ പ്രകൃതത്തിന്, അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ കാണിച്ചിരുന്ന അവൻ്റെ ധാർഷ്ട്യത്തിനും ഇതിനൊന്നും നിൽക്കാതെ അവനൊരു കൊച്ചുകുട്ടിയെ പോലെ വേറെ ജീപ്പിൽ കയറി.